ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ. സോ ഒരു മൂവിയുടെ സെക്കൻഡ് ട്രെയിലർ വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി ഈ ഒരു ട്രെയിലറിൽ വന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ പടത്തിൽ കാണാൻ ഇരുന്ന കാര്യങ്ങളിലൊക്കെ അവർ ഈ ട്രെയിലറിൽ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഷിമോനെയൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു ട്രെയിലറിൽ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ ഇനി ഒരു പ്രോമോസ് ഒന്നും വിടാതിരുന്ന കൊള്ളാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ട്രെയിലർ എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ബ്രേക്ക് ഡൗണിലോട്ട് കിടക്കാം. ഇപ്പോൾ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ കോങ്ങിനെ കാണിച്ചിട്ടുണ്ട്. സോ കോങ് വന്ന ഒരു പിരമിഡ് ഉള്ള സ്ഥലത്ത് വരണമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അവിടെ കോങ്ങിൻ്റെ ആ ഒരു ഗ്ലൗസ് നമുക്ക് കാണാൻ പറ്റും. അതേ മാത്രമല്ല ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ ഗോഡ്സിലെ കാണിക്കുന്നുണ്ട്. സോ ഗോഡ്സിലെ വന്ന് ആ ഒരു കടലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അവിടെ വന്ന് ഗോഡ്സിലാണെങ്കിൽ ഒരു ബ്രിഡ്ജിനെയൊക്കെ അടിച്ച് പൊട്ടിച്ച് പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ബ്രിഡ്ജിൽ അവിടെയായിട്ട് കുറേ മനുഷ്യരെ കൊണ്ടുപോകും. അവരെയും ചേർത്ത് കൊന്നിട്ടാണ് ഗോഡ്സില വരുന്നത്. അതായത് ഗോഡ്സില വന്ന് ഈ മനുഷ്യരെ പറ്റിയൊന്നും കെയർ ചെയ്യുമല്ലോ. ഓക്കെ, ഗോഡ്സിലേക്ക് ഇമ്പോർട്ടൻറ്റ് നേച്ചറാണ്, അതാണ് ഗോഡ്സില നോക്കുന്നത്. അല്ലാതെ മനുഷ്യരെ രക്ഷിക്കണം എന്നുള്ളൊരു ടാർഗറ്റൊന്നും ഗോഡ്സിലേക്കില്ല. ഓക്കെ, അതുമാത്രമല്ല ഇവിടെ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. നമ്മുടെ ഗോഡ്സില വന്ന് ആ ഒരു നേച്ചറിന് വേണ്ടി പോരാടുന്ന ഒരു ടൈറ്റനാണ്. ഓക്കെ, ഗോഡ്സില. അതുമാത്രമല്ല മറ്റൊരു ഡയലോഗിൽ പറയുന്നുണ്ട് നമ്മുടെ കോങ് വന്ന് മനുഷ്യർക്ക് വേണ്ടി പോരാടുന്ന ഒരു ഏപ്സ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഗോഡ്സിലയും കോങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ കോങ് വന്ന് മനുഷ്യർക്ക് വേണ്ടി പോരാടുമെങ്കിൽ നമ്മുടെ ഗോഡ്സില വന്ന് നേച്ചറിന് വേണ്ടി പോരാടുക. അതാണ് ഇവർ തമ്മിലുള്ള ഒരു വലിയ ഡിഫറൻസസ്. പിന്നെ അടുത്തൊരു സീരിയൽ നമ്മുടെ കോങ് ആണെങ്കിൽ ഈ ഒരു ജിയ ആ ഒരു പെണ്ണിന് ഇങ്ങനെ വിരലിങ്ങനെ കാണിക്കുന്നതായിട്ടൊരു സീരിയൽ നമുക്ക് കാണാൻ പറ്റും. സോ അവിടെ വന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോങ്ങിൻ്റെ ആ ഒരു കൈ വന്ന് നന്നായിട്ട് ഡാമേജ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. സോ ഇത് ആരാണ് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കാർക്കിംഗ് ആണ് ചെയ്തത്. സോ അതുമാത്രമല്ല ഈ ജിയ എന്ന് പറഞ്ഞ ഒരു പെണ്ണിന് ഈ ഒരു മൂവിയിൽ വന്ന് എന്തോ ഒരു പവർ കൊടുക്കാൻ പോകുന്നതാണ് തോന്നുന്നത്. കാരണം ഈ ജിയൊക്കെ വന്ന് എന്തൊക്കെ വിഷൻസ് പറഞ്ഞായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഗോഡ്സിലേക്ക് കോങ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണാൻ പറ്റുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. സോ അപ്പം അങ്ങനെ എന്തോ ഒരു പവർ ഈ ജിയ എന്ന് പറഞ്ഞ പെണ്ണിനുണ്ട്. സോ അത് എന്താണ് ആ പവർ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ, അത് നമ്മൾ മൂവി കണ്ടാലേ അറിയാൻ പറ്റൂ. അതുമാത്രമല്ല ഈ ഒരു സീനിൽ നിങ്ങൾ ജിയുടെ ആ ഒരു കണ്ണിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ സോ അവിടെ ആയിട്ട് ഒരു മോൺസ്റ്ററിനെ നമുക്ക് കാണാൻ പറ്റും. അത് ഏതെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ പിടികിട്ടിട്ടുണ്ട്, നമ്മുടെ മോത്രയാണ്. സോ മോത്രയും മൂവിയിൽ റിട്ടേൺ ആവാൻ പോവുകയാണ്. ഒരു പുതിയൊരു മോത്രയാണ് വരാൻ പോകുന്നത്. ഒരു ഗോൾഡൻ മാത്ര വല്ലതായിരിക്കും വരാൻ ചാൻസസ് ഉള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. സോ എന്തായാലും മാത്ര വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഷോട്ട് നിങ്ങൾ നോക്കി നോക്കുക, നമ്മുടെ സ്കാർക്കിംഗ് വേഴ്സസ് കോങ് ഒരു ഫൈറ്റ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അടുത്തൊരു സൈഡിൽ നമ്മുടെ ഗോഡ്സില വേഴ്സസ് ഷീമു ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ ഷീമുവിനെ റിവീൽ ചെയ്തിരിക്കുകയാണ്. അവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. അതൊരു ഐസ് മോൺസ്റ്ററാണ്. എക്സാക്ട്ലി അത് നമ്മുടെ ഷീമു തന്നെയാണ്. സോ അവിടെ ഷീമുവിൻ്റെ സൈസ് നിങ്ങൾ നോക്കി നോക്കുക, നമ്മുടെ ഗോഡ്സിലേക്കാളും അതിൻ്റെ സൈസ് വലുതാണ്. പക്ഷെ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അത് കാരണം ആ ഷോട്ട് അങ്ങനത്തെയാണ്. സോ നമ്മളിതിൻ്റെ മൂവി കണ്ടാലേ ആ ഷീമുവിൻ്റെ സൈസ് നമുക്ക് അറിയാൻ പറ്റും. ഉറപ്പായിട്ട് ഗോഡ്സിലേക്കാളും സൈസ് അധികമാണ് ഷീമുവിന്. സോ അടുത്തൊരു സീനിൽ നമ്മുടെ കോങ് ആണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് നോക്കണായിട്ടൊരു സീന് കാണിച്ചിട്ടുണ്ട്. എന്തോ ഒരു വലിയൊരു മോൺസ്റ്ററിനെ കാണും പോലെയാണ്. അടുത്തൊരു സീനിൽ അത് ഗോഡ്സില എന്ന് കാണിക്കുന്നുണ്ട്. ബട്ട് അത് ഉറപ്പായിട്ട് ഗോഡ്സില ആവാൻ ചാൻസസ് ഇല്ല. ഷിമോനെ ആയിരിക്കും ആ ഒരു സീനിൽ നമ്മുടെ കോങ് നോക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് മാത്രമല്ല ഈ ഒരു മൂവിയിൽ ഒരുപാട് ഗോഡ്സില വെർഷൻസ് വരാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള ഗോഡ്സിലേക്ക് തന്നെ പല വെർഷൻസ് കാണിക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ ട്രെയിലറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഇവോൾവ് ആയ ഗോഡ്സില, പിന്നെ മറ്റൊരു ഗോഡ്സില വെർഷൻ നമുക്ക് കാണാൻ പറ്റും. ഗോഡ്സില വന്ന് ഇങ്ങനെ ഒരു ന്യൂക്ലിയർ പ്ലസ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു സീന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പല ഗോഡ്സിലയുടെ വെർഷൻസ് നമ്മൾ ഈ ഒരു മൂവിയിൽ കാണാൻ പോവുകയാണ്. എന്തായാലും ഗോഡ്സില ഫാൻസിനെ ട്രീറ്റ് തന്നെയാണ്. പിന്നെ അടുത്തൊരു സീനിൽ നമ്മുടെ ഹാലോ എർത്തിലോട്ട് പോകുന്ന ഒരു സീനാണ് കാണിച്ചിട്ടുള്ള മനുഷ്യരാണെങ്കിൽ. ബട്ട് ഇവിടെ വന്ന് നമ്മുടെ ഹാലോ എർത്തിലോട്ട് ഒരു മനുഷ്യന് പോകണമെങ്കിൽ ഉറപ്പായിട്ട് ഒരു ടൈറ്റൻ്റെ ഹെൽപ്പ് വേണം. സോ ഇവിടെ വന്ന് നമ്മുടെ കോങ് ആണ് ഫസ്റ്റ് ആ ഒരു ഹാലോ എർത്തിലോട്ട് ജമ്പ് ചെയ്യാനായിട്ട് കാണാൻ പറ്റും. അപ്പോഴാണ് ആ ഒരു പോർട്ടൽ ഓപ്പൺ ആവാനായിട്ട് കാണാൻ പറ്റും. എന്നിട്ടാണ് മനുഷ്യന് പോകുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. സോ മനുഷ്യർ പോകണമെങ്കിൽ ഉറപ്പായിട്ട് ഒരു ടൈറ്റൻ്റെ ഹെൽപ്പ് വേണം, എന്നാലേ ആ ഒരു ഹാലോ എർത്തിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റൂ. സോ അടുത്തൊരു സീനിൽ നമ്മുടെ ആ ഒരു കുട്ടി കോങ്ങിനെ നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല ഈ ഒരു സീനിലാണെങ്കിൽ മനുഷ്യരാണെങ്കിൽ എന്തോ ഒരു സാധനത്തിനെ തുടർന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ വന്ന് കംപ്ലീറ്റ്ലായിട്ട് ഇങ്ങനെ ഗ്ലോ ആവണേ നമുക്ക് കാണാൻ പറ്റും. ഒരു ബ്ലൂ കളറിൽ ഗ്ലോ ആവണേ കാണാൻ പറ്റും. അത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സോ അടുത്തൊരു സീനാണ് വേറെ ലെവലിൽ വന്ന് നമ്മുടെ സ്കാർക്കിങ്ങിനെ കാണിച്ചിട്ടുണ്ട്. സോ സ്കാർക്കിങ്ങിൻ്റെ ഒരു എൻട്രിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇവിടെ വന്ന് സ്കാർക്കിങ് വേഴ്സസ് നമ്മുടെ കോങ് ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. വേറെ ലെവലായിട്ടുള്ളൊരു ഫൈറ്റാണ്. ബട്ട് എന്തായാലും ഈ ഫൈറ്റിൽ നമ്മുടെ കോങ് തോക്കാൻ തന്നെ പോണത്. കാരണം ഈ ഒരു ഫൈറ്റിന് ശേഷമാണ് നമ്മുടെ കോങ്ങിൻ്റെ കൈയൊക്കെ ഡാമേജ് ആവാൻ പോകുന്നത്. കാരണം ഇവിടെ സ്കാർക്കിങ് വന്ന് എന്തോ ഒരു ചാട്ടവാറ് പോലത്തെ ഒരു വെപ്പൺ വെച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതിൽ വന്ന് എൻ്റെ എഡ്ജിലായിട്ട് ഇങ്ങനെ ഒരു ക്രിസ്റ്റലൊക്കെ ഉള്ളത് കാണാൻ പറ്റും. ഈ ക്രിസ്റ്റൽ വെച്ചായിരിക്കും നമ്മുടെ സ്കാർക്കിങ് വന്ന് ഈ ഒരു ഷീമോനെയൊക്കെ കൺട്രോൾ ചെയ്തെന്നാണ് പറയുന്നത്.
ഒരു വീക്ക്നെസ് പോലെയാണെന്നാണ് പറയുന്നത്. സോ എന്തായാലും ഫൈറ്റിൽ നമ്മുടെ കോങ് തോക്കാൻ തന്നെയാണ് പോകുന്നത്. അത് മാത്രമല്ല മറ്റൊരു സീനിലാണ് നമ്മുടെ കോങ് ആണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്ന ഒരു സീനുണ്ട്. എന്തോ ഒന്നിനെ കണ്ടിട്ട് നമ്മൾ കോങ് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ആ എക്സ്പ്രഷനൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. സോ അത് വേറൊരു മോൺസ്റ്റർ ഒന്നല്ല കോങ് നോക്കി പേടിക്കുന്നത്, നമ്മുടെ ഷീമുവാണ്. കാരണം ഷീമുവിനെ നമുക്ക് ആ ഒരു സീനിൽ കാണാൻ പറ്റും. ഷീമുവിനെ വന്നിങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു ലാവ പോലത്തെ ഒരു സാധനത്തിനുള്ളിലാണ് നമ്മൾ ഷീമുവിനെ അടച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഷീമു വന്നൊരു ഐസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈറ്റനാണ്. സ്കാർക്കിങ് ഉറപ്പായിട്ട് നല്ല ബുദ്ധിശാലിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് മാത്രമല്ല അടുത്തൊരു സീനിൽ നമ്മുടെ ഈ ഒരു ഷീമു വന്ന് പുള്ളിയുടെ ഒരു ഐസ് ബ്രെത്ത് യൂസ് ചെയ്ത് കോങ്ങിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കോങ് വന്ന് പുള്ളിയുടെ ആ ഒരു വെപ്പൺ വെച്ച് ബാറ്റിൽ ആക്സ് വെച്ച് അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും പറ്റില്ല, കാരണം ഈ ഒരു ഷീമുവിൻ്റെ ഐസ് ബ്രീത്ത് ഭയങ്കര പവർഫുള്ളാണ്. കാരണം ബാറ്റിൽ ആക്സ് ഇവിടെ പൊട്ടാനും ചാൻസസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എന്താ പറയുക, അത് വന്ന് മെയിനായിട്ട് ഗോഡ്സ്ലേയുടെ അറ്റോമിക് ബ്രീത്തിനെ ബ്ലോക്ക് ചെയ്യാനുള്ളത്. ഷീമുവിൻ്റെ ഈ ഒരു ഐസ് ബ്രീത്ത് അത് ബ്ലോക്ക് ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു സീനിന് ശേഷം നമ്മുടെ കോങ്ങിന് നല്ല അടി കിട്ടാൻ പോവുകയാണ്. അതുമാത്രമല്ല പിന്നീട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, നമ്മുടെ കോങ്ങിന് ഒറ്റയ്ക്ക് ഇവരെ നേരിടാൻ പറ്റൂല, ഉറപ്പായിട്ട് ഒരാളെ ഹെൽപ്പ് വേണം എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഓഫ്കോഴ്സ് നമ്മുടെ ഗോഡ്സ്ലേയുടെ ഹെൽപ്പാണ് ആവശ്യം. കാരണം നമ്മളെ ഗോഡ്സ്ലെ റിട്ടേൺ ആകാൻ പോവുകയാണ് നമ്മൾ ഷീമുവിനെയൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു സീനിലാണെങ്കിൽ നമ്മുടെ ഈ ഷീമു വന്ന് ഈ കടലിനെയും ആകാശത്തിനും ഫ്രീസ് ആക്കാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. കടലിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആയിട്ട് പുള്ളിയുടെ ആ ഒരു ഐസ് ബ്രീത്ത് ആകാശത്തോട്ട് വിടാനായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ സ്കാർക്കിങ്ങും നിൽക്കുന്നുണ്ട്. സോ സ്കാർക്കിങ്ങാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ ഷീമു ഉറപ്പായിട്ടൊരു പവർഫുൾ ടൈറ്റൻ തന്നെയാണ്. സോ അടുത്തൊരു സീനിൽ നമ്മുടെ ഈ ഒരു ഇവോൾവ് ആയ ആ ഒരു പിങ്ക് ഗോഡ്സിലെ വന്ന് നമ്മുടെ കോങ്ങിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു അറ്റോമിക് ബ്രീത്തൊക്കെ വെച്ച്. എന്തിനാണ് ഗോഡ്സിലെ കോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നമ്മുടെ സ്കാർക്കിങ് ഗോഡ്സിലെ കൺട്രോളിൽ എടുത്തിട്ടുണ്ടാവും, പറയാൻ പറ്റൂല. സോ അതിനും ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഡയലോഗ് പറയുന്നുണ്ട്, ഇവരൊക്കെ ടൈറ്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് ഇഷ്ടമല്ല. അതായത് ഗോഡ്സിലേക്ക് കോങ്ങിന് ഇഷ്ടമല്ല, കോങ്ങിന് ഗോഡ്സിലേക്കും ഇഷ്ടമല്ല. പക്ഷേ വേറെ വരിയില്ലാത്തതുകൊണ്ടായിരിക്കും ഇവർ ടീമപ്പ് ആയത്, ഇവരെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി. സോ അടുത്തൊരു സീനിലാണെങ്കിൽ നമ്മുടെ കോങ് ആണെങ്കിൽ ചാടി വന്ന് ഈ സ്കാർക്കിങ്ങിന് ഒരു ഇടിയിരിക്കുന്ന ഒരു സീനുണ്ട്, ഒരു പഞ്ച് കൊടുക്കുന്ന സീനുണ്ട്. അവിടെ നമ്മുടെ സ്കാർക്കിങ്ങിൻ്റെ ഒരു പല്ല് തെറിച്ച് പോയി വീടിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ കോങ് വന്ന് ബാറ്റിൽ ഗ്ലൗസ് യൂസ് ചെയ്യാതെ തന്നെ അടിച്ചിട്ടിട്ടുള്ളത്. ഓക്കെ, സ്കാർക്കിങ്ങിന് ഉറപ്പായിട്ടും കോങ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ടൈറ്റൻ തന്നെയാണ്. അതുമാത്രമല്ല ഇവിടെ നമ്മുടെ കോങ്ങിൻ്റെ ആ ഒരു കുട്ടി കോങ്ങിൽ സ്കാർക്കിങ് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സീന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് കോങ് ഇത്രയ്ക്കും ദേഷ്യത്തിൽ ഒരു പഞ്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു സീനിൽ നമ്മുടെ കോങ്ങിൻ്റെ ആ ഒരു ഗ്ലൗസ് കാണാൻ പറ്റും. അതായത് ഇതിൻ്റെ പേര് വന്ന് ബീസ്റ്റ് ഗ്ലൗസ് എന്നാണ്. ഈ ഗ്ലൗസിന് ചില പ്രത്യേകതകളുണ്ട്. ഇതിന് ഇലക്ട്രിസിറ്റിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള പഞ്ചും ഇതിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഗ്ലൗസ് ഇട്ടായിരിക്കും നമ്മുടെ കോങ് വന്ന് സ്കാർക്കിങ്ങിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം കോങ്ങിൻ്റെ ആ ഒരു കൈ ഡാമേജ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. ഈ ഗ്ലൗസും കോങ്ങിൻ്റെ കൈ വന്ന് ശരിയാക്കിയിട്ടുണ്ട്. സോ അടുത്തൊരു സീനിൽ നമ്മുടെ ഗോഡ്സ്ലെയും കോങ്ങും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സീനാണുള്ളത്, വേറെ ലെവലായിട്ടുണ്ട്. സോ മേ ബി അവരെ കൂടെ ആയിട്ട് നമ്മുടെ മോത്രയും കാണാനും ചാൻസസ് ഉണ്ട്, ആർക്കറിയാം. സോ അപ്പോൾ ആൾറൗണ്ട് ഈ ഒരു ട്രെയിലർ 2 വന്ന് വേറെ ലെവലായിട്ടുണ്ട്. നിറയെ കാര്യങ്ങൾ അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് എന്നാലും ട്രെയിലർ സൂപ്പർ ആയിട്ടുണ്ട്. സോ ആരൊക്കെ മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റാൻ കാണിക്കും, മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.